അപ്പോൾ ഈ കേക്ക് എന്തിനാ വെച്ചാൽ നമ്മളാണ് ആദ്യത്തെ കസ്റ്റമർ. അതായത് ഒപ്പോ റെനോ 6 പ്രോൻ്റെ ഫസ്റ്റ് കസ്റ്റമർ ഈ ഷോപ്പിൽ നമ്മളാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതോടുകൂടി ഇവർ പറഞ്ഞു കേക്ക് മുറിച്ചിട്ട് എന്തായാലും സെലിബ്രേഷൻ ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് കേട്ടോ. അതേപോലെ നമ്മുടെ ഫോണിപ്പോൾ അൺബോക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം മാർക്കറ്റ് റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 39,999 ഇതിനാണ് ഈ ലോഞ്ച് ഡേക്ക് ഫോൺ കൊടുത്തിരിക്കുന്നത്. ഫോണിൻ്റെ ശരിക്കുള്ള പ്രൈസ് പറഞ്ഞാൽ 46,000 രൂപയാണ് വന്നിരിക്കുന്നത് കേട്ടോ. അതേപോലെ ക്യാമറാസും കാര്യങ്ങളൊക്കെ പക്കാസ് പൊളിയാണ്. അതായത് അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടുന്ന് ഈ ഷോപ്പിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ക്യാമറയുടെയും ഇതിൻ്റെയൊക്കെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. പിന്നെ ക്യാമറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ക്യാമറാസാണ് ബാക്കിൽ വരുന്നത്. അതേപോലെ ഫ്രണ്ടിൽ ഒരു ക്യാമറ വരുന്നത്. ഫ്രണ്ടിലത്തെ ക്യാമറ ഏകദേശം 34 മെഗാ പിക്സൽ ഉണ്ട്. ബാക്കത്തെ ക്യാമറ ആണെങ്കിൽ 64 മെഗാ പിക്സൽ, 8 മെഗാ പിക്സൽ, പിന്നെ 2 മെഗാ പിക്സലാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫോണും മേടിച്ചിട്ട് നമ്മൾ പുറത്തിറങ്ങിയാണ്. പുറത്ത് നല്ല മഴയാണ്. നല്ല മഴ പറഞ്ഞാൽ നല്ല രീതിയിൽ മഴയാണ്. അപ്പോൾ ഞങ്ങളൊരു ഷോപ്പിൻ്റെ ഇടയിൽ കയറി നിൽക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഡിസൈൻ അടിപൊളി കേട്ടോ. സംഭവം എനിക്ക് ഇതിൻ്റെ ഡിസൈൻ നല്ല ഇഷ്ടമായി. അതേപോലെ ഇതിൻ്റെ സൈസ്, സ്ക്രീൻ സൈസ് എന്ന് പറഞ്ഞാൽ ഏകദേശം 6.55 ഇഞ്ചസാണ് സ്ക്രീൻ സൈസ് വരിക. അതേപോലെ തന്നെ പ്രൊസസ്സർ എന്ന് പറഞ്ഞാൽ ഒക്ടാ കോർ പറഞ്ഞ പ്രൊസസ്സറാണ് വന്നിരിക്കുന്നത്. റാം ഏകദേശം 12 GB ആണ്. അതേപോലെ ക്യാമറയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ 4 ക്യാമറയാണ് വന്നിരിക്കുന്നത്. കണ്ടോ, ക്യാമറ പൊളി ക്യാമറയാണ്. ക്യാമറയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതേപോലെ ഫ്രണ്ട് ക്യാമറ ഏകദേശം 32 മെഗാ പിക്സലാണ്. ഞാനത് ഓണാക്കണില്ല. അതേപോലെ റിയർ ക്യാമറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ക്യാമറാസാണ് വന്നിരിക്കുന്നത്. ഒന്ന് 64, ഒന്ന് 8 മെഗാ പിക്സൽ, പിന്നെ 2 മെഗാ പിക്സലാണ് വന്നിരിക്കുന്നത്. അതേപോലെ ഇതിൻ്റെ ഒരു അടിപൊളി ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബ്ലറിങ് ആണ് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അതിനെന്തോ ഒരു പേര് പറയും, അതെനിക്ക് അറിയില്ല. അതേപോലെ ഇതിൻ്റെ കുറേ എഫക്ട്സും കാര്യങ്ങളൊക്കെ ആൾറെഡി ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് ഇതിൻ്റെ ബ്ലറിങ് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെന്തോ ഒരു പേര് പറയും, അതെനിക്ക് ഓർമ്മയില്ല. അപ്പോൾ ഇതാണ് ഈ ഫോൺ എനിക്ക് ഭയങ്കരമായിട്ട് നല്ല കാര്യമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ ഇതിൻ്റെ ബാക്കിയുള്ള ഫീച്ചേഴ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ റാമും റോമും കാര്യങ്ങളും സ്റ്റോറേജ് ഏകദേശം 256 GB ആണ് വരുന്നത്. അതേപോലെ റാമിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഏകദേശം 12 GB ആണ് റാം വരുന്നത്. അത് നമുക്ക് 19 GB വരെ എക്സ്പാൻഡ് ചെയ്യാം. ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 4500 mAh ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ ആൻഡ്രോയിഡ് വേർഷൻ എന്ന് പറഞ്ഞാൽ ആൻഡ്രോയിഡ് 11 വേർഷനാണ് ഫോണിൽ യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഈ ഫോൺ ഇന്ത്യൻ റിലീസ് ഡേറ്റ് ഏകദേശം 27 May 2001 പക്ഷെ നമ്മുടെ നിലവിൽ മാർക്കറ്റിലൊക്കെ എത്തിയത് 20 July 2001 അതായത് ഇന്ന്. പിന്നെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഈ ഫോണിൻ്റെ മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ഏകദേശം 46,000 രൂപയാണ് വരുന്നത്. പക്ഷേ ഇന്നത്തെ, അതായത് ഇന്ന് ലോഞ്ച് ചെയ്തതിൻ്റെ ഓഫർ അനുസരിച്ച് ഇന്ന് ഏകദേശം 40,000 രൂപയ്ക്ക് നമുക്ക് സാധനം പർച്ചേസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ അതിൻ്റെ കൂടെ വേറെ കുറേ ഗിഫ്റ്റ്സും കാര്യങ്ങളും, അതായത് ഇയർബഡ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുകയും ചെയ്യും. പിന്നെ പറയാനുള്ള ഈ ഫോണിൻ്റെ ഒരു വെയിറ്റ് കാര്യങ്ങളാണ്. അപ്പോൾ നമ്മളെല്ലാവരും നോക്കണം ഫോണിൻ്റെ വെയിറ്റും കാര്യങ്ങളൊക്കെ. ഈ ഫോണിന് ഏകദേശം 177 ഗ്രാം വെയിറ്റ് ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ അങ്ങനെ ഇഷ്ടപ്പെട്ടു വെച്ചാൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ഹെൽപ്പ് ചെയ്യുക. ബൈ. നിങ്ങളുടെ സ്വന്തം സ്കെയിൽ.